നമ്മൾ കോണ്ടാക്ട് ഹീലിംഗിന്റെ 3 സെഷൻസ് കഴിഞ്ഞു. കഴിഞ്ഞു. ആ, വൃന്ദ ഈ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തത്? ഞാന് 16 വയസ്സ് മുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉം. പിന്നീട് ആദ്യമൊക്കെ 3-4 ദിവസം കൊണ്ട് അത് റിക്കവർ ചെയ്ത് വന്നിരുന്നു. പിന്നെ 8 ദിവസമായി, 10 ദിവസമായി. പിന്നെ ഡിപ്രഷൻ മാറിയാൽ നമുക്കൊരു സന്തോഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് പിന്നെ ഇത് വരില്ല എന്നുള്ള ചിന്ത കാരണം മാറിയാലും കൂടി എനിക്ക് അതിന് ആ ഒരു മാറ്റം അംഗീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴും ഒരു ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നാലും ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഞാൻ അങ്ങനെ അപ്പോ ഈ സൈക്കാട്രിക് മെഡിസിൻ പിന്നെ അന്ന് മെഡിസിൻ മുതലേ കഴിക്കും. ആ കഴിക്കുന്നുണ്ട്. ആ ഉം. ആ പട്ടാമ്പി ഒരു ഡോക്ടറെ കണ്ടിട്ട് സൈക്കട്രിസ്റ്റിനെ അപ്പൊ കണ്ട് മരുന്ന് കഴിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഡിപ്രഷൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? തുടങ്ങിയിട്ട് 16 വയസ്സ് മുതല് ആ അപ്പൊ ടോട്ടല് ടോട്ടൽ ഇപ്പൊ 44 വയസ്സായി. ആ അത്രയും കൊല്ലായി ഡിപ്രഷൻ ഉണ്ട് അതെ അല്ലേ? അതെ. ഉം. അപ്പൊ ഹീലിംഗ് ഇപ്പൊ 3 ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഉം. എന്തൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മടി തോന്നുന്നില്ല. മറ്റേ ഡിപ്രഷൻ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. ഞാനിവിടെ കട്ടിലിൽ കിടക്കുകയുള്ളൂ, എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. അങ്ങനെ 2-3 ദിവസം അങ്ങനെ കഴിയും. പിന്നെ കുറേശ്ശായിട്ട് ഇങ്ങനെ മാറി മാറി വരാൻ സ്റ്റെപ്പ് ആയിട്ടാണ് മാറി വരിക. പെട്ടെന്ന് അവിടെ ഒരു ഓ, ദിവസം മാറില്ല. അതെ അങ്ങനെ അതെ. കുറേശ്ശായിട്ട് ചെയ്തു തുടങ്ങും. അങ്ങനെ അങ്ങനെ നോർമലിക്ക് വരും. അങ്ങനെയാണ് പതിവ്. പക്ഷെ ഇപ്പൊ ഈ ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഹാപ്പി മൊമെന്റിൽ തന്നെയാണ്. അത് ആ ഒരു ഇത് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. കുറച്ച് ദിവസമായിട്ട് ആ അതെ. ഹാപ്പിനെസ് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് പറയാ. അതൊരു വലിയൊരു അപ്പൊ മാറ്റം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉം. നമ്മൾ ഹീലിംഗ് കഴിഞ്ഞിട്ട് കുറെ ദിവസമായല്ലോ ആയി അല്ലേ? ആയി. അതെ അതെ. ആദ്യത്തെ ഹീലിംഗ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു എഫക്റ്റ് തോന്നി. ഉം. എന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായ പോലെ തോന്നി. ഞാൻ അടക്കി പിടിച്ചിരുന്ന ദുഃഖങ്ങളും ഒക്കെ അങ്ങോട്ട് ഇല്ലാണ്ട് എന്താ ഒഴിഞ്ഞു പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെ അതെ അതെ. ഉം. ഇപ്പം പിന്നെ ഡിപ്രഷൻ കുറഞ്ഞു, ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്? ഉറക്കമൊക്കെ അവർക്കൊക്കെ നന്നായി? സാധാരണ പോലെ ഉം. കുഴപ്പമൊന്നുമില്ല. അതെ. ഉം. ഇപ്പം പിന്നെ സ്കൂളിൽ നിന്നൊക്കെ മറ്റ് ടീച്ചേഴ്സൊക്കെ എന്ത് പറയുന്നു? ഞാൻ നല്ല ഹാപ്പിയാണ് ഇപ്പോ, പഴയ പോലെ അല്ല. തിരിച്ച് നല്ല ഹാപ്പിയാണ് എന്നാണ് എല്ലാവരും പറയണത്. അതെ. ഫാമിലി കേൾക്കുമ്പോ തന്നെ ഒരു ഫാമിലി സന്തോഷമാണല്ലോ. വീട്ടിലും അതെ, കുട്ടികളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മ നല്ല ഹാപ്പിയാണല്ലോ, അമ്മ നല്ല ഉഷാറാണല്ലോ എന്നൊക്കെ പറയും അതെ കുട്ടികൾ. ഇത് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം തന്നെയാണ്. കാരണം എന്നെ അവർ അങ്ങനെയല്ല കണ്ടിരുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് അതെ അതെ പഴയ എന്നെ ഒരു തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ് അപ്പോ. അതെ അതെ ആ ഉറങ്ങി കിടക്കണ എന്നെ തിരിച്ചു കിട്ടിയ പോലെയാണ് ശരിക്കും പറയാ വെച്ചാ. അതെ. ഉം. ഇപ്പൊ നമ്മൾ അങ്ങനെ ഹീലിംഗ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? അതെ, അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു. അതെ അതെ. ഉം. ഓക്കെ. ഇതിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടായോ നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത്? എന്തോ ഇല്ല പ്രയാസം? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സാറ് കണ്ണടച്ചിരിക്കാൻ പറയണു, കണ്ണടച്ചിരിക്കണു. കുറച്ച് സമയം കഴിഞ്ഞ് കണ്ണ് തുറക്കാൻ പറയണു, അത്രേ ഉള്ളൂ. അതിലൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതെ അതെ. അപ്പൊ ഇതൊരു സങ്കീർണമായ പ്രവർത്തനമൊന്നുമല്ല, വെറുതെ കണ്ണടച്ചിരിക്കുക എന്ന് മാത്രമേ അതെ ഉള്ളൂ. അതെ. ഉം. അപ്പോഴാണ് ഈ മാറ്റം നമുക്ക് അതെ. ഉണ്ടാകുന്നത്. ഉം. അപ്പോ എന്താണ് ഇനി മറ്റുള്ളവരോട്? എന്നും ഇങ്ങനെ തന്നെ ആവാൻ പറ്റണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇപ്പൊ ഈ എന്നെയാണ് എനിക്ക് ഇഷ്ടം. കാരണം അതെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട്, കുട്ടികളുടെ കാര്യമായാലും നല്ല അവരോടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരാളായിരിക്കാൻ തന്നെ എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായിട്ടിരിക്കണം തന്നെ പോലും ആഗ്രഹം. പലപ്പോഴും പല സന്ദർഭങ്ങൾ കൊണ്ട് പറ്റണില്ല, അത്രേ ഉള്ളൂ. അല്ല, ഉം. പലരും ഒരുപാട് ആൾക്കാർ ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അതെ ആ അതെ. പ്രയാസങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ? മരുന്ന് ഉം. കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രയാസം മരുന്ന് മാറുന്നില്ല. കഴിക്കണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വയ്യായി വന്നിരുന്നു, ഡിപ്രഷൻ വന്നിരുന്നു. ഉം. പിന്നെ അതിനങ്ങനെ ഒരു എന്താണ് മുഴുവനായിട്ട് മാറ്റാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. അതെ. ഉം. അപ്പൊ കുറേശ്ശെ അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അത്രേ ഉള്ളൂ. അതെ. ആത്മഹത്യാ പ്രവണത എന്നൊക്കെ ഒരു ചിന്ത മാറിയിട്ട് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിരുന്നു, അത്രേ ഉള്ളൂ. അത്രേ മറ്റേത് ഉള്ളൂ. അതിനും കൂടി തോന്നാറുണ്ടായിരുന്നു വയ്യാത്ത അതെ സമയത്തെ. ഉം. ഉം. അതെ അതെ അതെ. ഇതപ്പൊ യെസ്. എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, എനിക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല. ഇങ്ങനെ ഒരു ആള് ജീവിച്ചിരുന്നിട്ട് എന്താ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് എന്നുള്ള ചിന്തയായിരുന്നു ആ സമയത്ത്. അതെ അതെ. ഉം. ഇപ്പൊ യെസ്. മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്കൂളും കൂടുതൽ കുട്ടികളായിട്ടൊക്കെ നല്ല അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അവർക്കും അതെ, എന്നോടും അതെ. കഴിഞ്ഞൊരു അധ്യയന വർഷം ഇങ്ങനെ ആയിരുന്നില്ല. ഓ. ഞാന് കഴിഞ്ഞ ഒരു അധ്യയന വർഷം ഫുള്ള് പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടികളായിട്ടും അറ്റാച്ച്മെന്റ് കുറവച്ച കുട്ടികൾക്ക് എന്നോട് സ്നേഹമുണ്ട്, ഞാൻ അവരെ സ്നേഹമുണ്ട്, ഉം. സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ
അങ്ങനെ തുറന്ന ആ, രീതിയിലുള്ള ഒരു എന്താണ് പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല.